സ്വന്തം കണ്ണിൽ ഭീമാകാരമായ കോൽക്കിടക്ക് അവരുടെ കണ്ണിലെ ചെറിയ കരണിനെ എടുക്കുവാൻ ശ്രമിക്കുന്ന ദൈവമക്കൾ തങ്ങൾ ചെയ്യുന്ന മംഗത്തരങ്ങളെല്ലാം ശരിയാണെന്ന് ധരിച്ച് തെറ്റുകളുടെ കൂമ്പാരം തന്നെ കൂട്ടിവയ്ക്കുന്നവർ, മഹാഭാവികളായിരിക്കെ തന്നെ മറ്റുള്ളവരെ പാവികൾ എന്ന് വിളിക്കുന്നവർ, യേശുതമ്പുരാൻ ഉപമകളിലൂടെ നമുക്ക് പരിചിതമാക്കിയ കുറെ കഥാപാത്രങ്ങൾ, ഇവർ ഒരു ദേവാലയ പശ്ചാത്തലത്തിൽ ഒത്തുകൂടുമ്പോൾ തുടങ്ങുകയായി സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഇന്ത്യ സൗത്ത് ഫോൾഡ അവതരിപ്പിക്കുന്നു വിലാപങ്ങൾ. എൻ്റെ ദൈവമേ, എൻ്റെ മനപ്രയാസങ്ങൾ ഞാൻ ആരോട് പറയാനാ? നേരം വെള്ള കീറിയപ്പം മുതൽ തുടങ്ങിയത് ഈ ദേവാലയം വൃത്തിയാക്കൽ. ഇപ്പം നേരെ ഉച്ച കഴിഞ്ഞു. ഇതുവരെ മേൽക്കൂരയിലെ മാറാല പോലും അടിച്ചു കഴിഞ്ഞില്ല. ഇനി തൂത്തുവാരലും വൃത്തിയാക്കലും ഒക്കെ ബാക്കി കിടക്കുന്നു. ഇതിനിടയ്ക്ക് കാണാം പള്ളിപ്രമാണിമാരായ പരീശന്മാരോ പുരോഹിതന്മാരോ ആരെങ്കിലും വന്നാൽ അവരുടെ വായിലിരിക്കുന്ന എല്ലാ വേണ്ടാവതിനും മിണ്ടാപ്രാണിയെ പോലെ അത് കേൾക്കുകയും വേണം, തല്ലു തന്നാ കൊള്ളുകയും വേണം. എന്തെല്ലാം ചെയ്താലും തല്ലും തുപ്പുമൊക്കെ കൊണ്ടാലും കുടുംബം പട്ടിണിയിലും. ഈ ദേവാലയത്തിന്റെ കാവൽക്കാരനെന്ന ജോലി എനിക്ക് എന്നും ഒരു ഭാരമാണല്ലോ ദൈവമേ. എന്നിരുന്നാലും അടുപ്പിൽ തീ പുകയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. എനിക്ക് ഒരു നല്ല നാളെ ഉണ്ടാകില്ലെന്ന് ആര് കണ്ടു? അല്ല, ഞാൻ ഇങ്ങനെ പറയുകയായിരുന്നു. താങ്കളാരാ? ഞാൻ ചുങ്കം പിരിക്കുന്ന നാഥ, പ്രാർത്ഥിക്കുവാനായി വന്നതാണ്. പ്രാർത്ഥിച്ചു. നേരെ ഉച്ച കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ പ്രാർത്ഥനക്കാരുടെ പ്രാർത്ഥനയുടെ തിരക്കിന്റെ സമയമാണ്. ഞാനെന്തായാലും എന്റെ ജോലിയെല്ലാം ഒന്ന് തീർക്കട്ടെ. കാരുണ്യവാനായ ദൈവം, അങ്ങയുടെ ഈ സന്നിധിയിൽ നിൽക്കുവാൻ അല്പം പോലും യോഗ്യനല്ല. പാപിയാണ്, മഹാപാപി. എന്നോട് കനിവ് തോന്നുന്നു. ഞാൻ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. പണം കൊടുത്തതിന് അമിതമായി പലിശ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാരണം ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നെന്റെ തെറ്റുകളെ കുറിച്ച് ഞാൻ ബോധവാനാണ് ദൈവം. ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവം. ഞാൻ അന്യായമായി നേടിയത് എന്റെ സ്വത്തുക്കൾ മുഴുവൻ ദരിദ്ര ജനങ്ങൾക്ക് നൽകുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് പിതാവ്. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പ് നൽകണം. അയ്യോ, പരീക്ഷപ്രമാണിയായ ഗായോസ് വരുന്നു. ഗായോസ് പ്രഭു, ഞാനിവിടെയൊക്കെ ഇങ്ങനെ തൂത്തുവാരി വൃത്തിയാക്കി പൊടി തട്ടി മാറാല തട്ടി അങ്ങനെ ഇങ്ങനെ കിങ്ങനെ നിന്നോട് ഞാൻ ഇതുവല്ലതും ചോദിച്ചുവോ? അല്ല, പറയുകയായിരുന്നു. എടാ, ആരാണിയാണ്? അയ്യോ, ഇത് നമ്മുടെ ചുങ്കക്കാരൻ നാദാബല്ലേ. നമ്മുടേതെന്ന് പറഞ്ഞാൽ നിന്റെ ആരാ? അതിപ്പം വകയിൽ നിന്റെ ഒരു എന്റെ ആരുമല്ലാതായിട്ട് വരും. എടാ, മഹാപാപിയായി ഈ മനുഷ്യനെ ആരാണ് ഈ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ചത്? അത് ഞാൻ അയാള് തന്നെ പ്രവേശിച്ചതാ. പരീക്ഷപ്രമാണിയായ ഗായോസിനോട് മറുതല സംസാരിക്കുന്നു, സൂക്ഷിച്ചു വേണം. അല്ല, ഞാൻ പറയുകയായിരുന്നു. നീ അധികം പറയണ്ട. വിശുദ്ധമായ നമ്മുടെ ദേവാലയത്തെ പാപക്കറവരന്റെ ഈ മനുഷ്യൻ പ്രവേശിച്ച് അശുദ്ധമാക്കിയിരിക്കുന്നു. ഇവന് ഈ ദേവാലയത്തിൽ കയറ്റിയ കാവൽക്കാരനായ നിന്നെ വേണം തല്ല. അത് പിന്നെ എന്റെ പണിയാണല്ലോ. എന്ത്? പാപികളെ ദേവാലയത്തിൽ കയറ്റുക എന്നുള്ളതോ? അല്ലെന്നേ, ഈ തല്ലുകൊള്ളുക എന്നുള്ളതേ. സംസാരിച്ചത് മതി. കണ്ടില്ലേ കള്ളന്റെ ഇരിപ്പ്? ഇവനെ ഞാൻ എഴുന്നേൽക്കടൂ. എടാ, പാപങ്ങളുടെ പണം പിടിച്ചു പറിച്ച് അവരെ പിഴിഞ്ഞു കിട്ടുന്ന പണം കൊണ്ട് പാപപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന താനെന്തിന് ഞങ്ങളുടെ ദേവാലയത്തിൽ പ്രവേശിച്ചു? അതെ, താനെന്തിന് ഞങ്ങളുടെ ദേവാലയത്തിൽ പ്രവേശിച്ചു? സഹോദര, ദൈവം പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാപികളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പിന്നെ നിന്നെ പോലെ ഘോര പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുമത്രേ. സഹോദര, ഞാൻ എന്റെ തിന്മ നിറഞ്ഞ ജീവിതം ഇന്നു മുതൽ അവസാനിപ്പിക്കുകയാണ്. ഉള്ള സമ്പത്തെല്ലാം ഞാൻ പാവങ്ങൾക്ക് ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
അനുതപിച്ച് വനം തിരിഞ്ഞാൽ ഏതപരാധവും ദൈവം ഓർക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്കിപ്പോൾ നിന്റെ സാരോപദേശം കേൾക്കുവാൻ സമയമില്ല. എന്നും മനസമാധാനത്തോടെ ഈ സമയത്ത് ഞാൻ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാറുള്ളതാണ്. ഇന്ന് നീ കാരണം എന്റെ പ്രാർത്ഥനയുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. അങ്ങോട്ട് മാറി നിൽക്കടോ. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, ഓ ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഈ നിൽക്കുന്ന മഹാപാപിയായ ചുങ്കക്കാരനെ അങ്ങ് കാണുന്നുവല്ലോ ദൈവമേ. അവൻ കള്ളനാണ് ദൈവമേ. അവൻ മഹാചതിയനാണ് ദൈവമേ. അവൻ കൊള്ള പലിശ വാങ്ങി പാപങ്ങളുടെ കുടുംബം തച്ചുടയ്ക്കുന്നവനാണ് ദൈവമേ. ഇവൻ അങ്ങ് വസിക്കുന്ന ഈ ആലയം ഇന്നേ ദിവസം അശുദ്ധമാക്കിയവനാണ് ദൈവമേ. കളങ്കം നിറഞ്ഞ പ്രാർത്ഥനാ വചനങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ദേവാലയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തിയവനാണ് ദൈവമേ. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കരുതേ ദൈവമേ. എന്നാൽ പരീക്ഷ പ്രമാണിയായ ഞാൻ എന്തെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ദൈവമേ. വളരെ ശരിയാണ് ദൈവമേ. ഞാൻ ആഴ്ചയിൽ 2 ദിനം ഉപവസിക്കുന്നുണ്ട് ദൈവമേ. ഈ ദിനം ഉപവാസത്തിന്റെ ദിനമാകിയാൽ ഞാൻ പട്ടിണിയിലാണ് ദൈവമേ. ഞാൻ എല്ലാ യാമങ്ങളിലും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവനാണ് ദൈവമേ. അതും ശരിയാണ് ദൈവമേ. ഞാൻ ദശാംശം പങ്കിട്ട് പാപങ്ങൾക്ക് നൽകുന്നവനാണ് ദൈവമേ. വളരെ ശരിയാണ് ദൈവമേ. അതുകൊണ്ട് എന്നോട് കരുണ തോന്നണമേ ദൈവമേ. ഈ ദേവാലയം അശുദ്ധമാക്കിയ ഈ മഹാപാപിയെ അങ്ങ് ശപിച്ച് ഇല്ലായ്മ വരുത്തണമേ ദൈവമേ. സകലവും ദൈവനാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ ദൈവമേ. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ച് പറയുകയായിരുന്നു. നീ കൂടുതൽ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയില്ലാത്ത പന്നി. ഞാൻ വളരെ ഏകാഗ്രതയോടെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. പിന്നെ പ്രാർത്ഥനക്കിടെ ഒന്ന് മയങ്ങിപ്പോയി എന്നുള്ള സത്യമാണ്. അതെന്റെ കഷ്ടപ്പാടിന്റെ കൂടുതൽ കൊണ്ട് തന്നെയാണ്. മതി. ഇനി ഇവനെ പോലെയുള്ള ഇവനെ പോലെയുള്ള പാപ പരീക്ഷകളെ ഈ ദേവാലയത്തിൽ മേലിൽ കയറ്റരുത്. മനസ്സിലായോ? പിന്നെ മനസ്സിലായി. അയ്യോ, ഞങ്ങൾ ഇതെങ്ങനെ സഹിക്കും? ഞങ്ങൾക്കിത് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ ദൈവമേ, ഞങ്ങൾ ഇതെങ്ങനെ സഹിക്കും? അയ്യോ, ഇത് നമ്മുടെ കോടീശ്വരൻ സീതോനും ഭാര്യയുമല്ലേ? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അതെ, പാവം പിടിച്ച ഞാൻ കരയുകയാണെങ്കിൽ അത് പട്ടിണി കൊണ്ടോ കടം കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ ആണെന്ന് പറയാം. കോടീശ്വരനെ താങ്കളും ഭാര്യയും എന്തിനാണ് കരയുന്നത്? എനിക്കിത് താങ്ങാനാവുന്നില്ല. എനിക്കിത് സഹിക്കാനാവുന്നില്ല. വളരെ ദയനീയം തന്നെ. അയ്യോ, ഞങ്ങൾ ഇതെങ്ങനെ സഹിക്കും? യജമാനത്തെ കരയാതിരിക്കൂ. പരീക്ഷ പ്രമാണിയായ ഗായോസ്, എന്റെ മനപ്രയാസം കൊണ്ട് എനിക്കിതൊന്നും പറയാൻ കഴിയുന്നില്ല. പറയാൻ കഴിയുന്നില്ലെങ്കിലും കരയാൻ കഴിയുന്നുണ്ടല്ലോ. കരഞ്ഞോളൂ, ആവശ്യം അങ്ങോട്ട് കരഞ്ഞോളൂ. നീ ഒന്നും മിണ്ടാതിരിയടാ പന്നി. ഇവിടെ ഞാനെന്തെങ്കിലും മിണ്ടുന്ന ആർക്കും ദഹിക്കാത്തത്. ഞാനൊന്നും മിണ്ടായിരുന്നേക്കാം. മൗനം വിദ്വാന് പാഷാണം എന്നല്ലേ പ്രമാണം. ധനികനായ സീതോൻ, എന്താണ് താങ്കളുടെ മനപ്രയാസത്തിന് കാരണം? ആ പാവം മനുഷ്യൻ, അവൻ ചത്തുപോയി. ആര്? വർഷങ്ങളായി ഞങ്ങളുടെ പടിപ്പുര വാതിലിന്റെ മുമ്പിൽ കിടന്നിരുന്ന ആ ലാസർ. അയ്യോ, എന്തൊരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അയാൾ നിന്റെ വീടിന്റെ വാതിക്കൽ കിടക്കാൻ തുടങ്ങിയ കാലം മുതലേ ശവമായിരുന്നില്ലേ? ഇപ്പോൾ അയാൾ വീണ്ടും ചത്തോ? നേരത്തെ മുതലേ അയാൾ ശവം പോലെ ആയിരുന്നെങ്കിലും അയാളുടെ മൂക്കിൽ കൂടെ കാറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാറ്റും നിലച്ചു. ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ കാറ്റങ്ങോട്ട് പോയി എന്ന് സാരം. നീ ഒത്തിരി ചുരുക്കണ്ട. അല്ല, ഞാൻ പറയായിരുന്നേ, ആ ലാസർ എങ്ങനെയാണ് മരിച്ചത്? ആ തോന്നുന്നു